ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് അനു അരുൺ. ഒരു സാധാരണ വീട്ടിലെ ഒരു ദിവസമാണ് ഞാനിവിടെ കാണിക്കുന്നത്. കാണുന്ന ഓരോരുത്തർക്കും നന്ദിയുണ്ട്. ഇന്ന് പുതുവർഷമാണല്ലോ. സമ്പദ് സമൃദ്ധമായ ആരോഗ്യപൂർണതയും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു വർഷം ആശംസിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിന് ജോലിക്ക് പോകാനുള്ളതിനാൽ നേരത്തെ തന്നെ എല്ലാ അടുക്കളപ്പണികളും തീരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം തന്നെ ഒരു വിധം കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട്. അതായത് ഉള്ളി, വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നന്നാക്കി വെക്കും. കണ്ടില്ലേ, അങ്ങനെ ഒരു ബോക്സ് ഏതെന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ മീഷോന്നല്ല, ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ ആമസോണിൽ നിന്നാണോ വാങ്ങിച്ചതെന്ന് അറിയില്ല. കുറച്ച് നാളായി അതൊക്കെ ഒതുക്കി വെക്കാറുണ്ട്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ പഴയ ഫ്രിഡ്ജാണ് എങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, തണുപ്പ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫ്രിഡ്ജ് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സവാള ഇതുപോലെ തോല് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നടുമുറിച്ചിട്ട് മൂക്ക് ചെത്തി കളഞ്ഞിട്ട് തോല് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ അടച്ച് വെക്കണം, അല്ലെങ്കിൽ മുള വരും. അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചെപ്പാണ് അതിൻ്റെ ഉള്ളിൽ ഈ ബോക്സിലാക്കി വെച്ചിരിക്കുന്നത്. അതൊരു എന്താ പറയുക, ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കഴുകിയിട്ടില്ല, കഴുകി കഴിഞ്ഞാൽ സാധനം നാശമാവും. പിന്നെ അമരക്കായ, നമ്മുടെ വീട്ടിലുണ്ടായ അമരക്കായ തന്നെയാണ്. അത് നോക്കി പുഴുവിനെയൊക്കെ കളഞ്ഞ് പുഴുവില്ലാത്ത ഭാഗമൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ചെറുനാരങ്ങ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഫ്രിഡ്ജിലത്തെ കാര്യങ്ങളാണ് കാണിച്ചത്. ഇനിയിപ്പോൾ ചേട്ടന് പോകേണ്ട തിരക്കായി. അപ്പോൾ ചേട്ടന് ചോറ് ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചോറ്, സാമ്പാർ, അവിയൽ, ഒരു ഉപ്പേരി, പിന്നെ പപ്പടം കാച്ചിയത്, പൊട്ടിച്ച് വറുത്തതാണ് പപ്പടം കാച്ചിയത്. അങ്ങനെ അതൊക്കെ ആക്കിയിട്ട് ചേട്ടന് ചോറ് പാത്രത്തിലാക്കി കൊടുത്തയക്കുകയാണ്. അങ്ങനെ കാലത്തൊരു തിരക്കാണ്. കാലത്തൊരു തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഇവരൊക്കെ ഒന്ന്, അതായത് ഇവർക്കൊക്കെ ഒന്ന് ആക്കി കൊടുത്ത് വിടുന്നത് വരെ മനസ്സിനൊരു തിരക്ക് പോലൊരു ഫീലിംഗ് ആണ്. പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ സെൽഫ് കെയറിന് സമയം കണ്ടെത്താറുണ്ട്. ഞാനൊരു 5 മണി ആകുമ്പോൾ, 5:30 ആകുമ്പോൾ ഞാൻ എണീക്കും. എന്നും 5:30ക്ക് എണീക്കും. ഒരു അരമണിക്കൂർ സെൽഫ് കെയർ, അതായത് യോഗ, മെഡിറ്റേഷൻ. ഞാൻ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്നുള്ള യോഗ, ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ യോഗ, മെഡിറ്റേഷൻ, സുദർശനക്രിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് എക്സസൈസുകളും ചെയ്തിട്ട് മെല്ലെ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലേക്ക് അങ്ങനെ കയറിയിട്ട് നമ്മുടെ അടുക്കള പണികൾ ചെയ്തതിന് ശേഷമാണ് പിന്നെ ബാക്കി പുറം പണികൾക്കൊക്കെ നിൽക്കാറുള്ളത്. അതായത് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ചേട്ടൻ പോവും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലത്തെ അടിച്ചു വാരി തുടയ്ക്കുക, തിരുമ്പുക, പാത്രങ്ങൾ കഴുകി വയ്ക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടും. നേരത്തെ ഫ്രിഡ്ജിൽ ഞാൻ അമരക്കായ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ അമരക്കായ നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. ചേട്ടന് ബാങ്കിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു പാക്കറ്റ് മണ്ണുത്തിന്ന് ഉള്ള ഒരു പാക്കറ്റ് വിത്തുകൾ കുറച്ച് കൊടുത്തപ്പോൾ അത് ഞങ്ങൾക്ക് എങ്ങനെയാണ് കുഴിച്ചിടുക, വലിയ കൃഷീനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ എങ്കിലും ഞങ്ങളതവിടെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് ഇപ്പോൾ ഒരു 3-4 ട്രിപ്പ് എനിക്കുള്ള അമരക്കായ കിട്ടിയിട്ടുണ്ട്, ഉപ്പേരിക്കുള്ളത്. പിന്നെ ഒരു എന്താ പറയുക, കയ്പ്പയ്ക്ക ഉണ്ടായി കിട്ടി. ഒരു 4-5 വെണ്ടക്കായ ഉണ്ടായി കിട്ടി. അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ ഞങ്ങൾക്ക് അതുവഴി കിട്ടി. പിന്നെ അവരൊക്കെ പോവൽ കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രങ്ങൾ കഴുകി വെച്ചു. വേഗം പാത്രങ്ങൾ കഴുകി വെച്ചു. പാത്രങ്ങൾ കഴുകുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കഴിയില്ല പാത്രങ്ങൾ കഴുകൽ. എത്ര പ്ലാൻ ഇട്ടിട്ട് ഇടയിൽ ഇങ്ങനെ കുറേശ്ശെ കഴുകിയാൽ തന്നെയും പാത്രങ്ങൾ ഒരുപാട് കഴുകാനുണ്ടായിരിക്കും. പാത്രങ്ങൾ കഴുകൽ കഴിയാത്തൊരു പണിയാണ്. പക്ഷേ എങ്കിലും മാക്സിമം പറ്റുന്നതൊക്കെ ഇടയിൽ കഴുകിയിരുന്നു. എങ്കിലും ഒരു 10-15 മിനിറ്റ് വീണ്ടും കഴുകാനുള്ള പാത്രങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ ചോറും കറികളൊക്കെ വെച്ചതിൻ്റെ പാത്രങ്ങളൊക്കെ ഒഴിച്ച് കഴുകി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാലല്ലേ നമുക്ക് അടിച്ചു വാരി തുടയ്ക്കാനും ഒക്കെത്തിനും സൗകര്യം കിട്ടുക. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, പാത്രങ്ങൾ കഴുകൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചു വാരി തുടയ്ക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുളിച്ചിട്ട് അങ്ങനെ വന്ന് കുറച്ച് നേരം വേഗം തന്നെ കുളി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. എന്തായാലും 9 മണിയുടെ മുൻപ് ഈ പണികളും കഴിയും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കഴിയും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക്, അതായത് എൻ്റെ അമ്മയ്ക്കൊന്ന് വിളിക്കും. അമ്മയ്ക്ക് ഫോൺ വിളിച്ച് കുറച്ച് നേരം, ഒരു 5-10 മിനിറ്റ് അമ്മയ്ക്കൊന്ന് വിളിക്കും, അങ്ങനെ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നമ്മൾ അന്നത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, ടു ഡു ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഞാൻ വേറെ ദിവസങ്ങളിൽ കാണിച്ചു തരാം. ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണതൊക്കെ വളരെ നല്ല കാര്യമാണ്. നമുക്ക് അതൊക്കെ ഒന്ന് ഈസി ആവാനായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്. പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഞാൻ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. അപ്പോൾ
എന്താ പറയുക, ഇപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നീക്കി കൊണ്ടുപോയിരുന്നു. നല്ലൊരു ഐഫോൺ വാങ്ങിച്ചിട്ടാവാമെന്ന് വിചാരിച്ചു. പിന്നെ വീട് ഒന്നും കൂടി മെയിൻറ്റെയിൻ ചെയ്തെടുത്തിട്ടാവാമെന്ന് വിചാരിച്ചു. വീട് പഴയ വീടാണ്, ടെറസ് വീട് തന്നെയാണ്, പഴയ വീടാണ്, മൊസൈക്കൊക്കെ ഇട്ടിട്ടുള്ള നിലമൊക്കെ ആയിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ അതിനൊക്കെ നിൽക്കുമ്പോൾ പിന്നെയും ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് കാലത്ത്, ഇന്ന് ന്യൂ ഇയർ ആണ്, ഇത് സത്യത്തിൽ ഇന്നെടുത്ത വീഡിയോസാണ്, ഇന്നെടുത്ത കുറച്ച് കാര്യങ്ങളോട് കൂടിയിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ടൊന്നും ഒക്കെ പഠിച്ചു വരുന്നതന്നെ ഉള്ളൂ. മെല്ലെ മെല്ലെയാണ് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അത് ഒക്കെ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതൊക്കെ സജസ്റ്റ് ചെയ്യുക, സജഷൻസൊക്കെ അറിയിക്കുക. പിന്നെ ഈ എന്താ പറയുക, അങ്ങനെ നമ്മൾ സെൽഫ് കെയറിനും പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ വീട്ടിലത്തെ കാര്യങ്ങൾക്കും മക്കളുടെ കാര്യങ്ങൾക്കും ഹസ്ബൻഡിൻ്റെ പാരൻസിൻ്റെ കാര്യങ്ങൾക്കും അതുപോലെ നമ്മുടെ സ്വന്തം പാരൻസിൻ്റെ കാര്യങ്ങൾക്കും എല്ലാവർക്കും, നമ്മളെ ചുറ്റുപാടുള്ള എല്ലാവർക്കും പ്രാധാന്യം കൊടുത്തും കൊണ്ട്, എന്നാൽ നമ്മളുടെ സെൽഫ് കെയറിന് പ്രാധാന്യം കൊടുത്തും കൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എല്ലാ വീട്ടമ്മമാരും എല്ലാവരുടെ കാര്യങ്ങളും നോക്കി വരുമ്പോൾ സ്വന്തം കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാതെ വരുന്ന ഒരുപാട് വീട്ടമ്മമാരെ എനിക്കറിയാം. പക്ഷെ അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതികൾ പഠിച്ചു തുടങ്ങും. നമ്മളൊന്നും കൂടി വർക്കിലൊക്കെ ഒന്നുകൂടി സ്പീഡാവും, നമുക്ക് പണികളൊക്കെ നമ്മളൊന്നുകൂടി സ്പീഡിൽ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തും. പിന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളൊന്നും കൂടി നല്ല മോട്ടിവേറ്റഡ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്താ പറയുക, നമ്മളൊന്നും കൂടി ഉഷാറാവും മൊത്തത്തിൽ. പിന്നെ പ്രിപ്പറേഷനൊക്കെ വളരെ ഉപകാരപ്രദമാണ്. അതൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാലത്തൊക്കെ ആ പെടച്ചിലൊക്കെ ഒന്ന് ഒഴിവാക്കാം. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 9 മണി 10 മണിയാകുമ്പോഴേക്കൊക്കെ നമ്മുടെ എല്ലാ പണികളും കഴിച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് ടൈം കിട്ടാനും നമുക്ക് ഒരു ഇൻകം സോഴ്സ് കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് വല്ല മാർഗ്ഗങ്ങളും, അതായത് ഇപ്പോൾ യൂട്യൂബ്, നമുക്കിപ്പോൾ ഡെയിലി വ്ളോഗുകൾ ചെയ്യുന്നവർക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ഇൻകം കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ ഓരോരുത്തർക്കും നല്ല ഒരു, നമ്മൾ വഴി ചിലവർ നന്നായെങ്കിലോ, അതായത് ചീത്ത എന്നല്ല അർത്ഥം, പക്ഷേ എങ്കിലും നമ്മൾ ചെയ്യുന്നത്, ഇതിപ്പോൾ തുടങ്ങാൻ ഞാൻ വൈകി വെച്ച് കഴിഞ്ഞാൽ ആർക്കതുകൊണ്ട് ഗുണവും ദോഷവും ആർക്ക് തന്നെയാണ്. എനിക്കിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ തന്നെ ഉയർച്ചയ്ക്ക് ഞാൻ ഇത് ഗുണം ചെയ്യും. ഞാൻ ഒരുവിധം വീട്ടമ്മമാരുടെ എല്ലാം വീഡിയോസ് ഒരുവിധമൊക്കെ കാണലുണ്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ആ വീഡിയോസ് കാണാനായിട്ട്. അവരുടെ വീടുകൾ വളരെ നല്ല വീടുകളായിരിക്കും, പുതിയ വീടുകളായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ലൈഫ് നമ്മുടെ വ്യത്യസ്തമാണ്. അപ്പോൾ അത് എനിക്ക് തോന്നിയപ്പോഴാണ്, ഇപ്പോൾ വീട്ടിൽ മാറ്റം വരുത്തിയിട്ടോ അല്ലെങ്കിൽ അതിനൊക്കെ ശേഷം തുടങ്ങണേക്കാട്ടിലും നല്ലതാണ് നമ്മൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, ഉള്ളതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക, മോഡിഫൈ ചെയ്തെടുക്കുക എന്നൊക്കെയുള്ള ഒരു തോന്നൽ വന്നു. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ ഞാൻ അതിനു വേണ്ടി മുൻകൈ എടുത്തിട്ട് അങ്ങനെ ഞാൻ കുറേശ്ശെ വീഡിയോ, എൻ്റെ കയ്യിൽ ട്രൈപോഡ് ഇല്ല, എൻ്റെ കയ്യിൽ ഒരു എന്താ പറയുക, എന്താണ് എൻ്റെ ഫോണിൻ്റെ പേര്, റിയൽമി 6 Pro എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ആ ഫോണ് കുറച്ച് നാളായി, 2018 2020 ആ ടൈമിലൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അതും വല്ലാത്ത വർക്കിംഗ് കണ്ടീഷനൊന്നുമല്ല, പക്ഷേ എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. ചിലപ്പോൾ ക്ലാരിറ്റി കുറവുണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ ശരിയാക്കിയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മൾക്ക് ഉള്ള ആയുധം വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വോയിസ് ഓവർ ചെയ്യാൻ ഞാൻ കൈൻ മാസ്റ്ററിലാണ് ഇപ്പോൾ ഇത് ചെയ്യണത്. പിന്നെ എഡിറ്റ് ചെയ്തിട്ട് കയറ്റാനും കാര്യങ്ങളൊക്കെ എനിക്കതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഓരോന്ന് പഠിച്ചു വരുന്നതന്നെ ഉള്ളൂ. ഉള്ള വക സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്യുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമരക്കായ ഉണ്ടായി എന്നൊക്കെ, അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മുകളിലേക്കൊക്കെ ഒന്ന് പോയിട്ട് ഞാൻ അതൊക്കെ കാണിച്ചു തരാം, എൻ്റെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ തിരുമ്പാനിട്ടിട്ടുണ്ട്, ഈ പാത്രങ്ങൾ കഴുകുന്നതിൻ്റെ ഇടയിൽ തിരുമ്പാനിട്ടിട്ടുണ്ട്. പിന്നെ അടിച്ചുവാരി തുടയ്ക്കൽ, ഇത് കഴിഞ്ഞിട്ട് അടിച്ചുവാരി തുടയ്ക്കൽ കഴിഞ്ഞിട്ടാണ് കുളിക്കുക എന്ന് പറഞ്ഞല്ലോ. പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക, പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് വിളിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഫോൺ വിളിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം കിട്ടാറുണ്ട്. പ്രിപ്പറേഷൻസ് ചെയ്യാം, ഫിനാൻഷ്യൽ പ്ലാനിങ് എനിക്ക് ചെയ്യാൻ പറ്റാറുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാൻ എനിക്ക് സാധിക്കാറുണ്ട്. അതുപോലെ മന്ത്ലി പ്ലാൻ ചെയ്യാൻ പറ്റാറുണ്ട്, ഡെയിലി പ്ലാൻ ചെയ്യാൻ പറ്റാറുണ്ട്, വീക്ക്ലി പ്ലാൻ ചെയ്യാൻ പറ്റാറുണ്ട്. ഓരോ ഭാഗത്തും നമ്മുടെ വീട്ടമ്മയുടെ കണ്ണും കയ്യും എത്താത്തടത്ത് ശരിക്കും അത് നമുക്ക് മറ്റുള്ള വീടുകളിൽ പോയി നമ്മൾ ചെകഞ്ഞു നോക്കാൻ പാടില്ല. പക്ഷെ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും വീട്ടമ്മയുടെ കൈ എത്താത്ത ഭാഗം എവിടെയാണ്, കണ്ണെത്താത്ത ഭാഗം എവിടെയാണ് എന്നൊക്കെ നമുക്ക് ശരിക്കും അറിയാം. എന്തിനധികം പറയണ, കുഞ്ഞ് പറമ്പാണെങ്കിൽ ആ പറമ്പ് കൂടി നമുക്ക് വല്ലാതെ നല്ല കരട് വരും. ഇപ്പോൾ ഇങ്ങനെ ഇല പൊഴിയുന്ന
കാലഘട്ടമാണ്. അപ്പോൾ പറമ്പ് അടിച്ചു വാരി തീയിടാനുണ്ടായിരിക്കും, പറമ്പ് നനയ്ക്കാനുണ്ടായിരിക്കും. കുഞ്ഞ് പറമ്പാണെങ്കിലും ഒരു 4-5 തെങ്ങുണ്ട് ഞങ്ങൾക്ക്, അപ്പോൾ അത് നനയ്ക്കാനുണ്ടായിരിക്കും. ആ വീഡിയോസൊക്കെ ഞാനിനി ഇടാം. ഓരോന്ന് ചെയ്യുമ്പോൾ, ഓരോ വർക്കുകൾ ചെയ്യുമ്പോൾ. അതിപ്പോൾ ഒന്നരാടം എന്നുള്ള ലെവലിലാണ് ഞങ്ങൾ നനച്ചു പോണത്. പിന്നെ ഓരോ ഭാഗങ്ങൾ ഇനി ഒതുക്കാനുണ്ട്, ഷോക്കേസ് വൃത്തിയാക്കാനുണ്ട്, വാർഡ്രോബ് വൃത്തിയാക്കാനുണ്ട്. ഒക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെന്തായാലും 2026 പ്രിപ്പയർ ചെയ്യുമ്പോൾ 2026ലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡീക്ലട്ടറിങ് ആണെന്ന് അറിയാലോ. അപ്പോൾ ഡീക്ലട്ടർ ചെയ്തിട്ട് ആവശ്യമില്ലാത്തവയൊക്കെ മാറ്റിയിട്ടുണ്ട്. പുതിയത് വാങ്ങുക എന്നുള്ളതിനെക്കാട്ടിലുപരി നമ്മളുടെ കയ്യിലുള്ളതിനെ ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കുക എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒതുക്കി വെക്കുക. പിന്നെ അതുപോലെ നമുക്ക് ഇടാനുള്ള വസ്ത്രങ്ങൾ ആവശ്യത്തിനുള്ളവ വെച്ചിട്ട് ബാക്കിയുള്ളത് ആവശ്യക്കാർക്ക് കൊടുക്കുക. നമ്മൾ ഇടണില്ല, ഉപയോഗിക്കണില്ല എന്ന് തോന്നുന്ന ഡ്രസ്സുകളൊക്കെ ആവശ്യക്കാർക്ക് കൊടുക്കുക. പിന്നെ മൊബൈൽ ഡീക്ലട്ടർ ചെയ്യുക. മൊബൈലൊക്കെ ആവശ്യമില്ലാത്ത ചാനലുകൾ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കളയുക. നമ്മളെ മോട്ടിവേറ്റഡ് ആക്കുന്ന ചാനലുകൾക്കും കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ എന്താ പറയുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഒതുക്കാനും പിടിക്കാനൊക്കെ ഉണ്ട്. നമ്മൾക്ക് എന്നും ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. എന്തായാലും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും എന്നും അടിച്ചു വാരിയിടുക. ഡെയിലി അടിച്ചു വാരിയിടുക. 2 നേരം അടിച്ചു വാരാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നേരം അടിച്ചു വാരിയിടുക. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരമെങ്കിലും നല്ല വൃത്തിയിൽ അടിച്ചു വാരിയിടുക. തുടയ്ക്കണതും ഡെയിലി തുടയ്ക്കുക. അതല്ല ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ എങ്കിലും കട്ടിലിൻ്റെ അടിയിലും അതുപോലെ മുക്കും മൂലയൊക്കെ കൂട്ടി തുടച്ചെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. അതുപോലെ ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ വെച്ചിട്ട് ബാത്റൂമുകൾ ക്ലീൻ ചെയ്തെടുക്കുക. നമ്മൾ കുളിക്കാൻ കയറുന്നത് ഇപ്പോൾ 2 ബാത്റൂം ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ബാത്റൂമിൽ, ഒരു ദിവസം വേറൊരു ബാത്റൂമിൽ, അങ്ങനെയായിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കുളിക്കണതിൻ്റെ മുൻപ് ആ ബാത്റൂം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വൃത്തിയായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇത് അരി വാർത്ത് വെക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ. അത് അലൂമിനിയത്തിൻ്റെയാണ്. സ്റ്റീലിൻ്റെ അത് ഗ്രിപ്പ് കിട്ടില്ല അത്രേ. അതായത് അതിൽ ചോറ് വാർത്ത് വെക്കുമ്പോൾ അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇഴുകി വീഴാൻ ചാൻസ് ഉണ്ട്. ഇത് നല്ല ഗ്രിപ്പുള്ള പാത്രമാണ് കേട്ടോ. ഞാൻ ഇതിലാണ് ചോറ് വാർത്ത് വെക്കാറുള്ളത്. പിന്നെ എന്താ പറയുക, റൈസ് കുക്കറാണ്. റൈസ് കുക്കറിൽ വെക്കുന്ന പാത്രങ്ങളാണ് കഴുകണത്. അതായത് ഇന്ന് ചോറ് വെച്ചിട്ടുള്ള പാത്രമാണ് കഴുകണത്. പിന്നെ ഞാൻ ഒരു പാത്രം കഴുകണ ഒരു ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെക്കാട്ടിലും എനിക്ക് സേഫായിട്ട്, എനിക്ക് എന്താ പറയുക, കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തത് ഇങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് ലിക്വിഡ് വെള്ളം പാകാക്കിയിട്ട് ലിക്വിഡ് അടുത്ത് വെച്ചിട്ടുണ്ടാവും. അതൊന്ന് അതിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ കഴുകുമ്പോൾ ഒന്നും കൂടിയും എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നി. അപ്പോൾ പലർക്കും പല രീതികളാണല്ലോ. എല്ലാവർക്കും നമുക്ക് മറ്റൊരാളെ പോലെ ഒരിക്കലും ആവാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നും കൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യം ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങാണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോയിൽ കുറേ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തു വരുമ്പോൾ നിങ്ങളുടെയും കൂട്ടുകാരുടെയും ഒക്കെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്ലാനോടൊക്കെ കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ചാനലൊക്കെ തുടങ്ങിയത്. എന്തായാലും എന്താവുമെന്ന് അറിയില്ല. എന്തായാലും ഞാനിങ്ങനെ എൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇടണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന പണികൾ എന്തായാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫുൾ സപ്പോർട്ട് തരിക. പിന്നെ ഫുഡ് പ്രിപ്പറേഷൻസ് ഒന്നും ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടില്ല. ഇങ്ങനെ ഉണ്ടാക്കി, സാമ്പാർ ഉണ്ടാക്കി, അവിയലുണ്ടാക്കി, ഉപ്പേരി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞേ ഉള്ളൂ. അത് ഒന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. അത് വീഡിയോ എടുക്കാനായിട്ട് ഉള്ള സെറ്റപ്പൊന്നും റെഡി ആക്കിയിട്ടില്ല. മെല്ലേനെ അതൊക്കെ ചെയ്യാം. പിന്നെ പാത്രങ്ങൾ കഴുകൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ആ വാഷ് ബേസിനൊന്ന് കൈയോടക്കനെ അങ്ങോട്ട് കഴുകിയിട്ടെടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ അമരക്കായ. അമര ഉണ്ടായത് ഇങ്ങനെ ഒരു മുളച്ച് വന്നപ്പോൾ ഇത് സത്യത്തിൽ ഇത് എന്തിൻ്റെ ചെടിയാണെന്ന് ഡൗട്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ആ ചാമ്പമരം ഉണ്ട് അവിടെ, അതുമ്മല അങ്ങോട്ട് പടർന്ന് പിടിച്ചു. പിന്നെ അവിടെ വെറ്റിലത്തൈ നിൽക്കുന്നുണ്ട്, അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പടർന്ന് പിടിച്ചു. പിന്നെ നോക്കുമ്പോൾ കണ്ട നിറച്ച് പൂവിട്ടിട്ടുണ്ട്. നിറച്ച് പൂവിട്ടിട്ട് ഇങ്ങനെ കുനുകുനും തന്നെ നിറച്ചുണ്ടായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ 4-5 പ്രാവശ്യം, 5-ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഞാൻ നന്നാക്കി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ബാക്കി പൊട്ടിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ സൈഡിൽ കൂടെ മുകളിലേക്കാണ്. മുകളിൽ വേറെ ബെഡ്റൂമുകളില്ല, മേലെ ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. ആ ഭാഗത്താണ് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അവിടെയാണ് ഞാൻ ട്യൂഷൻ എടുക്കുന്നത്. പിന്നെ ഇങ്ങനെ കണ്ട ഇപ്പം നമുക്ക് പൊട്ടിക്കാൻ പാകത്തിനായിട്ട് നിൽക്കുന്നത് കണ്ട. ഇങ്ങനെ
ടെറസിൻ്റെ മുകളിലേക്കാണ്. അത് പഴയ ടാങ്കാണ് കേട്ടോ. ആ പഴയ ടാങ്ക് ലീക്ക് വന്നപ്പോൾ അങ്ങനെ പിന്നെ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്ക് വാങ്ങിച്ചിട്ട് അങ്ങനെ ആ ടാങ്കിലാണ് പിന്നെ വെള്ളം ഉപയോഗിക്കാനുള്ളത് പിടിക്കണത്. കണ്ട ഇങ്ങനെ നിറച്ച് മുട്ടിട്ടിട്ടുണ്ടായിരിക്കണത്. തിരുമ്പണത് മുന്നേ വീഡിയോ എടുത്തതാണ്, അത് ലാസ്റ്റിലാണ് ഇട്ടിരിക്കണത്. അങ്ങനെ എന്തായാലും എല്ലാവരോടും പറയാനുള്ളത്, എന്തായാലും പുതിയൊരു വർഷമാണ്. എന്തെങ്കിലും നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും തുടങ്ങാനിരിക്കുന്നുണ്ടെങ്കിൽ അത് ലാഗ് വരുത്തണ്ട. എന്താ പറയുക, നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യുക എന്നുള്ളൊരു റോളിൽ ഞാനിപ്പോൾ ഇപ്പോൾ പണിയുടെ തിരക്കിൽ, കാലത്ത് തിരക്കിൻ്റെ ഇടയിലും ഞാനിന്ന് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് നേരം കണ്ടെത്തി. ഇത്ര നേരം ഇതെല്ലാം കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.